അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ ചമ്പത് റായിയെ RSS നേതൃത്വം നേരിട്ട് അതൃപ്തി അറിയിച്ചു. 18-19 തീയതികളിൽ ഹരിദ്വാറിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബൈഠക്കിനിടെ നടന്ന കൂടിക്കാഴ്ചയിലാണ് ചമ്പത് റായിയെയും അനിൽ മിശ്രയെയും ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ കടുത്ത അതൃപ്തി അറിയിച്ചത്. കൂടിക്കാഴ്ചയിൽ സംഭാവന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. പദവിയിൽ തുടരുന്നത് ശരിയല്ല എന്ന് ബൈഠക്കിൽ പങ്കെടുത്ത RSS VHP നേതാക്കൾ ഇരുവരെയും അറിയിച്ചു. അതേസമയം ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടുന്നതിനെ VHP എതിർത്തു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് അയോധ്യ MP അവധേഷ് പ്രസാദ് ആവശ്യപ്പെട്ടു. അന്വേഷണം തുടങ്ങിയ ഉടൻ തന്നെ ട്രസ്റ്റ് ഭാരവാഹികൾ രാജിവെക്കണമായിരുന്നു. ഇത് ഒരു സംസ്ഥാനത്തെ മാത്രം പ്രശ്നമല്ലെന്നും രാജ്യമാകെ പ്രത്യാഘാതമുണ്ടാക്കാവുന്ന വൻ കൊള്ളയാണ് എന്നും അവധേഷ് പ്രസാദ് പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികൾക്കാകെ അപമാനകരമാണ് എന്ന് എഴുത്തുകാരനും നിരൂപകനുമായ NE സുധീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം അതിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, അയോധ്യയിൽ നിന്നുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത്. രാമക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കോടികൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. രാമഭക്തരുടെ തലതൊട്ടപ്പന്മാരും സനാതനധർമ്മത്തിൻ്റെ കാവൽക്കാരും കൂടിയാണ് ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികൾക്കാകെ അപമാനകരമായ കളവ് നടത്തിയിരിക്കുന്നത്. രാമക്ഷേത്രം പണിതത് തന്നെ ഈ കൊള്ള മനസ്സിൽ കണ്ടാണോ എന്ന് സംശയിച്ച് പോകും. പൊതുവെ ആരാധനാലയങ്ങളുമായി അടുത്ത് നിൽക്കുന്നവർക്ക് അനീതി കാണിക്കാൻ മടി കാണില്ല. ഇവിടെയും അതാണ് കാണുന്നത്. രാമക്ഷേത്ര നടത്തിപ്പുകാർക്ക് രാമനിൽ ഭക്തിയോ ഭയമോ ഇല്ല. അവരെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ധൈര്യവും ഉണ്ട്. അക്കൂട്ടർക്ക് ദൈവം ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യത മാത്രമാണ്. അതവർ പരമാവധി ചൂഷണം ചെയ്യും. പ്രധാനമന്ത്രിയുടെയും ഹിന്ദുത്വ കൂട്ടായ്മയുടെയും സ്വന്തം സ്ഥലത്താണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ BJPയും RSS തുടങ്ങിയ സംഘടനകളും ഒത്താശ ചെയ്യുന്നത് ഭക്തരുടെ പണം തട്ടിയെടുക്കാനാണ്. ഇന്ത്യയിലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് പോലും രക്ഷ കിട്ടണമെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നശിപ്പിക്കണം എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്കാണ് അയോധ്യ സംഭവം വിരൽ ചൂണ്ടുന്നത് എന്നാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീർ NE അഭിപ്രായപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ നാളെ നടക്കാനിരുന്ന അധ്യാപന യോഗ്യതാ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഇതോടെ പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. താനെയിലാണ് ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ചോദ്യപേപ്പർ കണ്ടെടുത്തു. ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിന് പിന്നിൽ സംഘടിത ശ്രമമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരി പച്ചക്കറി കൃഷിയുടെ പേരിൽ 1 കോടി രൂപ സബ്സിഡി കൈക്കലാക്കിയെന്ന് ആരോപണം. മന്ത്രി സ്വന്തം തോട്ടത്തിലെ വെള്ളരിക്ക കൃഷിക്കാണ് സബ്സിഡി കൈക്കലാക്കിയത്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നുള്ള MP-യാണ് ഭഗീരഥ് ചൗധരി. പച്ചക്കറിയുടെ വിവരങ്ങൾക്കൊപ്പമാണ് ഇത് എഴുതിയിരിക്കുന്നത്. മന്ത്രിയുടെ കുടുംബമാണ് വെള്ളരിക്ക കൃഷി ചെയ്തത്. ഇതിനായി മന്ത്രിയുടെ കുടുംബം 1 കോടി രൂപ വരെ സബ്സിഡി വാങ്ങിയെന്നാണ് റിപ്പോർട്ട്. പച്ചക്കറി കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകി വരുന്നുണ്ട്. പരമാവധി 1 കോടി രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക. അതേസമയം സബ്സിഡി അനുവദിക്കുന്ന ബോർഡിലെ ഉപാധ്യക്ഷൻ കൂടിയാണ് ഈ മന്ത്രി എന്നുള്ളതാണ് പരിഹാസ്യമായ കാര്യം. എറണാകുളം പിറവത്ത് കാണാതായ 4 അംഗ കുടുംബത്തിലെ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. കോതമംഗലം സ്വദേശി നാരായണൻ്റെ മൃതദേഹമാണ് ഉച്ചയോടെ പുഴയിൽ കണ്ടെത്തിയത്. നാരായണൻ്റെ ഭാര്യ ബിജിമോളുടെയും 2 വയസ്സുകാരനായ മകൻ്റെയും മൃതദേഹങ്ങൾ ഇന്നലെ പിറവം പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മൂത്ത മകൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. കോതമംഗലം പായിപ്ര സ്വദേശികളായ കുടുംബം ചെറുവത്തൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് കുടുംബത്തെ പിറവത്ത് അവസാനമായി കണ്ടത്. ഇപ്പോൾ എറണാകുളം പിറവത്ത് കാണാതായ ആ 4 അംഗ കുടുംബത്തിലെ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. കോതമംഗലം സ്വദേശി നാരായണൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്.
തൃശൂർ കുന്നംകുളത്ത് ലഹരി വിൽപ്പന തടഞ്ഞ പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം സ്വദേശി 77 വയസ്സുള്ള സൈമണയാണ് മകൻ ജോബി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ജോബിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് വീണ്ടും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് കണ്ട സൈമൻ തടയാൻ ശ്രമിക്കുകയായിരുന്നു. പ്രകോപിതനായ ജോബി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ സൈമനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സൈമൺ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാവമൊരു പശുക്കിടാവിനെ കൊന്ന് കാട്ടുകൊമ്പൻ പടയപ്പ. ഇടുക്കി മൂന്നാർ ദേവികുളം ODK ഡിവിഷനിലാണ് നാട്ടുകാർ പടയപ്പ് എന്ന് വിളിക്കുന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഒരു പശുക്കിടാവിനെ ആക്രമിച്ച് കൊന്നത്. വനപാലകർ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തിയെങ്കിലും സമീപത്തെ തോട്ടത്തിൽ കെട്ടിയിരുന്ന 2 വയസ്സുള്ള പശുക്കിടാവിനെ പടയപ്പ ആക്രമിക്കുകയായിരുന്നു. കൊമ്പുകൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയത്. തൊഴിലാളിയായ മതിയഴകൻ്റെ പശുക്കുട്ടിയാണ് കൊല്ലപ്പെട്ടത്.